സമസ്ത ചെയ്തത് ഈ മണ്ണ് കിളച്ച് പാകപ്പെടുത്തി ഈമാനിന്റെ ചേരുവ ചേർത്ത് ഇൽമിന്റെ ചേരുവ ചേർത്ത് പാകപ്പെടുത്തി ഈ മണ്ണ് തയ്യാറാക്കിയത് കൊണ്ടാണ് കേരളം ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്നുകൊണ്ട് വ്യത്യസ്തമായത്. ഒരുപക്ഷെ മറ്റു പലരും അതിൽ വിത്തിറക്കിയിട്ടുണ്ടാകാം. പക്ഷേ ഇവിടെ മണ്ണ് പാകപ്പെടുത്തിയത് സമസ്തകളെ ജമിയത്തുൽ ഉലമയാണ്. മതബോധം പകർന്നു കൊടുത്തുകൊണ്ടുണ്ടാക്കിയെടുത്ത ഈ വിപ്ലവം അതാണ് മലയാളത്തിന് വ്യത്യസ്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ 95% സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാണ്. നമ്മുടെ നാട്ടിൽ സമീപകാലത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ അനുകൂലമായ സാഹചര്യത്തെ, ദീനിനെ നെഞ്ചേറ്റുന്ന ഈ മുസ്ലിം ഉമ്മത്തിന്റെ ഈ മുന്നേറ്റത്തെ തടയിടാൻ ചില ശക്തികൾ നടത്തുന്ന നിഗൂഢ പ്രവർത്തനത്തിന്റെ അനന്തര ഫലമാണ് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് മതകീയ മേഖലയിൽ ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ കാരണമെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇവിടെ നമുക്കറിയാം, സമസ്ത രൂപീകരിക്കപ്പെടുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 4-5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടുത്തെ ബിദ്അത്തിന്റെ കക്ഷികൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഐക്യസംഘം എന്ന പേരിൽ രൂപപ്പെട്ട അനൈക്യ സംഘം സമസ്ത രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പേ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിനിടയിൽ ഈ പറഞ്ഞ മുജാഹിദ് പ്രസ്ഥാനത്തിന് എത്രമാത്രം പ്ലാറ്റ്ഫോമിൽ ഇടം കിട്ടിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ കൂടിപ്പോയാൽ 3-4% അപ്പുറം ഇപ്പോഴും മുജാഹിദ് പ്രസ്ഥാനത്തിന് മലയാളത്തിലെ മുസ്ലിം ഉമ്മത്തിനിടയിൽ പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. നമ്മുടെ രാജ്യത്തൊരു സർവേ നടക്കുമെങ്കിൽ മുസ്ലിങ്ങൾക്ക് എത്രയാ, ഹിന്ദുക്കൾ എത്രയാ, ക്രിസ്ത്യാനികൾ എത്രയാ എന്നൊക്കെ നമുക്ക് ലഭിക്കുമെങ്കിൽ, ഇനിയൊരു സർവേ നടക്കുകയാണെങ്കിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ സുന്നി എത്ര, മുജാഹിദ് എത്ര, ജമാഅത്ത് എത്ര എന്നൊരു സർവേ നടക്കുകയാണെങ്കിൽ 5% ഏകദേശം 85 ലക്ഷത്തിനപ്പുറമുള്ള കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനിടയിൽ കൂടിപ്പോയാൽ 5% ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ കാണാൻ കഴിയില്ല. വയസ്സുകൊണ്ട് സമസ്തയേക്കാൾ മുമ്പിലാണ്, പ്രവർത്തനങ്ങൾ കൊണ്ട് സമസ്തയേക്കാൾ മുമ്പിലാണ്, കുതന്ത്രങ്ങളിൽ മുമ്പിലാണ്. വിദ്യാഭ്യാസമുള്ളവരെന്ന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കടന്നു വന്ന ഈ വിഭാഗം ആളുകൾ അവരുടെ സകലമാന കുതന്ത്രങ്ങളും നമ്മുടെ മുസ്ലിം ഉമ്മത്തിനിടയിൽ അവർ ശ്രമിച്ചിട്ടും വിലപ്പോയില്ല. ഒരു നൂറ്റാണ്ടിനപ്പുറം പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനത്തിന് എന്തുകൊണ്ട് ബോൺസായിയെ പോലെ വളർച്ച താഴോട്ടാകുന്നത്? 5%-ലധികം മുജാഹിദ് പ്രസ്ഥാനമല്ല, കട്ടായമായി നമുക്ക് പറയാൻ കഴിയും. ഇനി ഇവിടുത്തെ ബിദ്അത്തിന്റെ രണ്ടാമത്തെ കക്ഷി ജമാഅത്തെ ഇസ്ലാമി ചീവിടനെ പോലെ ബഹളം വലുതായിരിക്കും, പക്ഷെ സാധനം എവിടെയാണുള്ളത്? കൂടിപ്പോയാൽ 1%-ലപ്പുറം ജമാഅത്തെ ഇസ്ലാമി കേരള മുസ്ലിങ്ങൾക്കില്ല എന്ന് കട്ടായമായി നമുക്ക് പറയാൻ കഴിയും. 1%-ലപ്പുറം ജമാഅത്തെ ഇസ്ലാമി ഇല്ല. ഇത് വലിയ സംഭവമാണ് എന്ന് ചിലർ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് ഈ കണക്ക് പറയേണ്ടി വന്നത്. ഇത് വലിയ സംഭവമാണ് എന്ന് ചിലർ തെറ്റിദ്ധരിച്ചുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ മറന്നുകൊണ്ട് പ്രവർത്തനം നടത്തുന്നത് കൊണ്ടാണ് ഇത് പറയേണ്ടി വന്നത്. ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും രണ്ടും കൂടി ചേർന്നാൽ 5-6% കേരള മുസ്ലിങ്ങൾക്കിടയിൽ ഇല്ല എന്ന് തീർച്ചയായും നമുക്ക് പറയാൻ കഴിയും. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതേ സമയത്ത് സമസ്തയുടെ പ്രവർത്തനം കേരളം വിട്ടു അയൽ സംസ്ഥാനങ്ങളിലെത്തി, വ്യത്യസ്തമായ രാജ്യങ്ങളിലെത്തി. ബ്രിട്ടനിൽ പോയാൽ അവിടെ പോലും സമസ്തയുടെ പ്രവർത്തകരുണ്ട്, പ്രവർത്തനമുണ്ട്, വിപുലമായ സംവിധാനം, ലക്ഷക്കണക്കിന് കുട്ടികള്, ലക്ഷക്കണക്കിന് അധ്യാപകര്, ഇതുപോലെയുള്ള നിരവധി വേദികള്. ദീനീ പ്രവർത്തനം ചടുലമായി നടത്തിക്കൊണ്ടുപോകാൻ സമസ്ത നടത്തിയ പ്രവർത്തനങ്ങൾ. സമന്വയ വിദ്യാഭ്യാസം ഇപ്പൊ പിടികൂടിയത്, സമന്വയ വിദ്യാഭ്യാസത്തിൽ പിടികൂടിയതിന് പിന്നിൽ ഒളി അജണ്ടയുണ്ട്. സമസ്തയുടെ മുന്നേറ്റം യുവാക്കൾക്കിടയിൽ കരുത്ത് പകർന്നുകൊണ്ട് SKSM എന്ന പഞ്ചാക്ഷരി കേരളത്തിലെ
മുസ്ലിം യുവാക്കളെ മുഴുവനും ഒരുമിച്ച് ചേർത്തുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ വേദിയിൽ ഒരുമിച്ച് ചേർത്താൻ കഴിഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം SKSSFന്റെ പ്രവർത്തനം എല്ലാം ചടുലമാണ്, സജീവമാണ്. നൂറ്റാണ്ടിനപ്പുറം പഴക്കമുള്ളവർക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ താഴോട്ടാണ് അവളുടെ വളർച്ച വരുന്നത്. മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് സാധ്യമല്ല? ശ്രമം നടത്തിയിട്ടുണ്ട് മുജാഹിദും ജമാഅത്തും ഒക്കെ, പക്ഷെ സാധ്യമായിട്ടില്ല. എന്തുകൊണ്ട്? ഈ ഇരിക്കുന്ന പണ്ഡിത നിര, നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാർ, മറഞ്ഞുപോയ മഹാന്മാരായ പണ്ഡിതന്മാർ, വിദഗ്ധത്തിന്റെ കക്ഷികൾ രംഗപ്രവേശം ചെയ്തുകൊണ്ട് അവർ ചെയ്തതെന്താ? കാലങ്ങളായി പാരമ്പര്യമായി നടന്നു വരുന്ന വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ട് കടന്നു വന്നു. എല്ലാ സ്ഥലത്തും ഫിത്നയുണ്ടാക്കി, എല്ലാ സ്ഥലത്തും വേദിയൊരുക്കി. പക്ഷേ ഈ പണ്ഡിത നിര സമസ്ത ജമിയത്തുൽ ഉലമ സന്ദർഭത്തിന് ഒത്തുയർന്നുകൊണ്ട് പ്രതിരോധത്തിന്റെ കോട്ട തീർത്തപ്പോ മുജാഹിദിനും ജമാഅത്തിനും പഞ്ചപുച്ഛമടക്കേണ്ട സ്ഥിതിവിശേഷം വന്നു. ഇവിടെയാണ് പുതിയ വിഷയത്തിന്റെ സാഹചര്യം നമ്മൾ പഠിക്കേണ്ടത്. ഇന്ന് നമ്മുടെ മതകീയ മേഖലയിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം എന്ത് എന്ന് നമ്മൾ പഠിക്കേണ്ടത് ഇവിടെയാണ്. സമസ്തയുടെ ഈ മുന്നേറ്റം, സുന്നത്ത് ജമാഅത്തിന്റെ ഈ മുന്നേറ്റം എന്തുകൊണ്ടാ? നമ്മുടെ ഉസ്താദുമാർ, വിദഗ്ധത്തിന്റെ കക്ഷികൾ എന്തെങ്കിലും വികലമായ വാദം കൊണ്ടുവന്നാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ അവിടെ ഫൈസി പടയുണ്ടാകും, അവിടെ ദാരിമി പടയുണ്ടാകും, അവിടെ ബാക്കവിമാരുണ്ടാകും. അവർ സർവസന്നദ്ധരായിക്കൊണ്ട് രംഗത്ത് വന്നിട്ട് അവരുടെ വികലമായ വാദങ്ങളെ തച്ചു തരിപ്പണമാക്കുന്ന അതിനു മുമ്പിൽ ഇവർ പകച്ചു നിൽക്കേണ്ടി വന്നു. ഒരു കാര്യം അവർക്ക് ബോധ്യപ്പെട്ടു. എന്താണെന്നറിയോ? നമ്മുടെ ആദർശം കൊണ്ട് നേരിടാൻ കഴിയില്ല, സുന്നികളെ കിതാബ് കൊണ്ട് നേരിടാൻ കഴിയില്ല. ഈ മൊയ്ലിയാക്കന്മാരുടെ മുമ്പിൽ മാർഗമില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ ബിദ്അത്തിന്റെ കക്ഷികൾ മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ പ്രവർത്തനത്തിന്റെ രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ആ പ്രവർത്തനത്തിന്റെ രീതിയിൽ അവർ വരുത്തിയ മാറ്റത്തിന്റെ സംഭവങ്ങളാണ് ഏതാനും വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. മുജാഹിദും ജമാഅത്തും അവരുടെ അടവിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അവർ പുതിയ അടവെടുത്തിട്ടുണ്ട്. ഇക്കൂട്ടരെ കിതാബ് കൊണ്ട് നേരിടാൻ കഴിയില്ല, ഇവരെ ഇൽമിന്റെ മുമ്പിൽ നേരിടാൻ കഴിയില്ല. കൃത്യമായി അതവർക്ക് ബോധ്യപ്പെട്ടപ്പോ അവരെടുത്ത തന്ത്രമാണ് ഈ സമസ്ത എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ഘടനയെ പൊളിക്കുക എന്നത്, സമസ്ത എന്ന സംവിധാനത്തിന്റെ സ്ട്രക്ചറിനെ പൊളിക്കുക എന്നത്. തറ പൊളിക്കാൻ കഴിയില്ല എന്നവർക്കറിയാം, തറ ഭദ്രമാണെന്ന് അവർക്കറിയാം. തറ എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ ആദർശമാണ്. ആ ആദർശത്തിനെ പൊളിക്കാൻ കഴിയില്ല, അതിനെ തകർക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട ബിദ്അത്തിന്റെ കക്ഷികൾ ഇതിന്റെ ഘടന പൊളിക്കണം. എന്താണ് ഘടന? അതാണ് നമ്മുടെ സംഘടനാ സംവിധാനം, അതാണ് നമ്മുടെ അറബിക് കോളേജുകൾ, അതാണ് നമ്മുടെ ദീനീ സ്ഥാപനങ്ങൾ, അതാണ് നമ്മുടെ മഹല്ലത്തുകൾ, അതാണ് നമ്മുടെ മദ്രസകള്, അറബിക് കോളേജുകള്. ഇത് തകർക്കാൻ എന്ത് വഴിയുണ്ട്? അതാണ് മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും ഇപ്പം അതിന് വേദി കണ്ടെത്തിയിരിക്കുന്നു. ഒരു പരിധിവരെ സ്വകാര്യമായി പറയാ അവര് വിജയിച്ചിട്ടുണ്ട് എന്നതാണ് വർത്തമാന സാഹചര്യം. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതാ ഞാൻ പറഞ്ഞത്, ഈ സദസ്സിൽ ഇരിക്കുന്നവർക്കൊക്കെ വല്ലാതെ നമ്പരം വേറൊരു താല്പര്യത്തിലല്ല നമ്മൾ വന്നത്. കേരളീയ മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്തുണ്ടാക്കി തന്ന സമസ്ത എന്ന മഹാപ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ ഘടന പൊളിച്ചിട്ട് ഇതിന്റെ സംഘടനാ സംവിധാനം നിഷ്ക്രിയമാക്കിയിട്ട് നമ്മുടെ കോളേജുകളിൽ ബിദ്അത്തിന്റെ ആശയം പഠിപ്പിച്ചിട്ട് വളഞ്ഞ വഴിയിലൂടെ അധ്യാപകരെ കൊണ്ടുവന്ന് ബിദ്അത്തിന്റെ ആശയം പഠിപ്പിച്ചിട്ട് ഈ സംവിധാനത്തെ പൊളിക്കാൻ കഴിയുമെന്നവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിന് ചില ആളുകൾ സപ്പോർട്ട് ചെയ്യുമെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ആ രംഗത്തവർ ചെറുതായി വിജയിച്ചിരിക്കുന്നു. അവിടെയാണ് നമ്മുടെ ജാഗരണം വേണ്ടത്. പള്ളിയിൽ ദീൻ പറയാൻ പാടില്ല, മിഹ്റാബിൽ നിന്നുകൊണ്ട് ദീൻ പറയാൻ പാടില്ല. പലിശ ഹറാമാണെന്ന് പറഞ്ഞാൽ പള്ളിയിലെ മിഹ്റാബിൽ നിന്നുകൊണ്ട് വെള്ളിയാഴ്ച ജുമുഅക്ക് ശേഷം ഉസ്താദ് പലിശ ഹറാമാണെന്ന് പറഞ്ഞാൽ
പിറ്റേത്തെ വെള്ളിയാഴ്ച ഉസ്താദ് അവിടെ ഉണ്ടാവില്ല. കല്യാണത്തിൽ ദൂർത്ത് നടക്കരുത്, ഇസ്ലാമികമാകണമെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ഉസ്താദ് അവിടെ ഉണ്ടാവില്ല. അவ்விதം നമ്മുടെ മഹല്ലുകളിൽ പോലും, മഹല്ല് കമ്മിറ്റികളിൽ പോലും ആസൂത്രിതമായി നിഗൂഢമായ നീക്കങ്ങളിലൂടെ ബിദ്അത്തിന്റെ കക്ഷികൾ നുഴഞ്ഞു കയറിയിരിക്കുന്നു. അതിന്റെ സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ചുരുക്കുകയാണ്, ഇവിടെ നമ്മൾ ജാഗരൂകരാകണം. സമസ്തയാണ് കേരളീയ മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്തുണ്ടാക്കി തന്നത്. അതുകൊണ്ട് നമുക്ക് 1, 2, 3 സുന്നത്ത് ജമാഅത്താണ് നമ്മളുടെ വലുത്. അത് നമ്മുടെ പേര് വലിയൊരു ഗുരുതര ആരോപണമാണ്. സംഘടനാ ക്ലാസ്സിൽ 1, 2, 3 സമസ്തയാണ് എന്ന് പറയുന്നു എന്ന 1, 2, 3 സമസ്തയാണ് എന്ന് നേരത്തെ ഹമീദ് വൈസി ഇവിടെ സൂചിപ്പിച്ചല്ലോ. 1, 2, 3 സമസ്തയാണ് എന്ന് പറയുന്നത് വലിയ പാതകമായി കാണുകയാണ്. പക്ഷെ കഴിയില്ല കൂട്ടരെ. ചെറുപ്പക്കാർക്കിടയിലേക്ക് ഈമാനിക ആവേശമുള്ള സുന്നത്ത് ജമാഅത്തിൽ വിശ്വാസമുള്ള സമത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന 10,000-കണക്കിന് ചെറുപ്പക്കാർ ഇത് അനുവദിക്കില്ല. പ്രതിരോധ നിര തീർത്തിരിക്കും, യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് അത്തരം ആശയം ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ബിദ്അത്തിന്റെ കക്ഷികൾ ഉൾപ്പെടെ അതിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത്. ഇത് നമ്മൾ പറയുമ്പോ സുന്നത്ത് ജമാഅത്ത് പറയണമെന്ന് പറയുമ്പോൾ നേരത്തെ ഇവിടെ എല്ലാവരും പറഞ്ഞു, അപ്പത്തൊരു ഫാഷിസം ആകാശത്തൂടെ ഇങ്ങനെ വട്ടമിട്ട് പൊറക്കാൻ തുടങ്ങും. വട്ടമിട്ട് പൊറക്കും. ഓ, മോഡിയാണ്, വഖഫ് ബില്ലാണ് വന്നത്, മൗനികളാക്കാനുള്ള ശ്രമം. നേരത്തെ OP അഷ്റഫ് ചോദിച്ചല്ലോ, നമ്മുടെ ഉസ്താദുമാരെ പൂജാരിമാർ, നമ്മുടെ പള്ളികൾ, അമ്പലങ്ങൾ നമ്മൾ മുസ്ലിം അല്ലെന്നു വരെ വഹാബി സ്റ്റേജിൽ നിന്നുകൊണ്ട് ആക്രോശിച്ചപ്പോ ഈ ഫാഷിസം വട്ടമിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നോ? മോഡി വന്നതിന് ശേഷമാണല്ലോ ഇതൊക്കെ ഉണ്ടായത്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, സമസ്ത രൂപീകരിക്കപ്പെട്ടപ്പോ ഇന്നത്തെ മോഡിയേക്കാൾ പ്രയാസം നേരിട്ട ഒരു കാലഘട്ടം. 1000 മോഡിയുടെ കരുത്തുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർക്ക്. 1000 മോഡിയുടെ കരുത്തുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർക്ക്. ഈ പാവപ്പെട്ട സമുദായമായിരുന്നു ബ്രിട്ടീഷുകാരുടെ മുഖ്യ ശത്രു. ഈ പാവപ്പെട്ട സമുദായത്തെ തകർക്കാനായിരുന്നു ബ്രിട്ടീഷുകാർ മുഖ്യമായി ഉദ്ദേശിച്ചത്. അന്നെങ്ങാനും നമ്മുടെ പൂർവീകരായ മഹത്തുക്കളായ ഉസ്താദുമാർ, ബ്രിട്ടീഷുകാരുടെ കാലഘട്ടമാണ്, നമ്മളെ വല്ലാതെ പീഡിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് വിഭാഗീയത ഉണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്യരുത് എന്ന് നമ്മുടെ ആദരണീയരായ ഉസ്താദുമാർ അന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ സദസ്സുണ്ടാകുമായിരുന്നില്ല. അന്ന് അവർ ദൗത്യം നിർവഹിച്ചതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേറെ ഒരു താല്പര്യവുമില്ല. ഇതിലൊന്നും രാഷ്ട്രീയ ആരോപിക്കുകയും വേണ്ട. ഒരു രാഷ്ട്രീയ താല്പര്യവുമില്ല. അള്ളാന്റെ ദീൻ ഇവിടെ നിലനിൽക്കണം. സുന്നത്ത് ജമാഅത്താണ് ഹഖ്, സംശയം വേണ്ട. സമസ്തയാണ് ഇന്ന് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ദീനിന്റെ മാർഗം. അതിനെ സംരക്ഷിച്ചേ പറ്റുള്ളൂ. അത് ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതൊരു പക്ഷേ ഞങ്ങളെ ജോലി തെറിച്ചേക്കാം, ഒരു പക്ഷേ ഞങ്ങളെ ബഹിഷ്കരിച്ചേക്കാം, അതുമല്ലെങ്കിൽ നമ്മളെ പീഡിപ്പിച്ചേക്കാം. അവിടെ നമ്മൾ പതറിപ്പോകരുത്. നമ്മുടെ വിശ്വാസമാണ് നമുക്ക് വലുത്, സുന്നത്ത് ജമാഅത്താണ് വലുത്, സമസ്തയാണ് നമുക്ക് വലുത്. നമ്മൾ പ്രതീക്ഷയിലാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ.